ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കുറച്ച് ഇലച്ചെടികളെ പരിചയപ്പെടാം. നല്ല ഭംഗിയുള്ള ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും വളർത്താൻ പറ്റുന്ന നല്ല കുറച്ച് ചെടികളാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. ഇത് നല്ല നീളൻ ഇലയുള്ള ഒരു ചെടിയാണ്. ഇതിന് പലവിധ വർണ്ണങ്ങളാണുള്ളത്. ഇത് വെയിലത്ത് വെച്ചാൽ നല്ല ഭംഗിയാണ് കാണാൻ. ഇതൊരു മൾട്ടി കളറായിട്ടുള്ള ഒരു ക്രോട്ടനാണ്. ഇതും നല്ല ഭംഗിയാണ് വളർത്താനായിട്ട്. ഇൻഡോറായിട്ട് വളർത്താൻ ചെടിച്ചട്ടിയിൽ വളർത്തി വെട്ടി നിർത്തിയിരുന്നാൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നല്ല മൾട്ടി കളർ ആ ഇലയിലെ ഭംഗി കണ്ടോ, നല്ല രസമല്ലേ കാണാനായിട്ട്. കണ്ടോ, ഇത് വേറൊരു ഇതാണ്. അതിൻ്റെ ഇല കണ്ടോ, ഇങ്ങനെ ചുരുണ്ട് വന്നിരിക്കുന്ന ഒരു ഇലയാണ് ഇതിനുള്ളത്. അതിൻ്റെ നൂൽ ഭാഗത്ത് നല്ല മഞ്ഞ ഗോൾഡൻ യെല്ലോയാണ് ഇതിനുള്ളത്. നല്ല ഭംഗിയാണ് ഇതും കാണാനായിട്ട്. ഇത് നമുക്ക് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും വളർത്താൻ പറ്റുന്നതാണ്. ഞാനിവിടെ ഔട്ട്ഡോറായിട്ടാണ് വളർത്തിയിരിക്കുന്നത്. എനിക്ക് ഇൻഡോറിൽ വെക്കാൻ ഇത് ഉള്ളത് കൊണ്ട് പറ്റത്തില്ല. പിള്ളേരും ഒക്കെ ഉള്ളത് കൊണ്ട് ഇത് ഇൻഡോറായിട്ട് വെക്കാൻ പറ്റത്തില്ല. അതിൻ്റെ ഇലയെല്ലാം പറിച്ചോളും. ഇത് കണ്ടോ, ഇത് വേറൊരു ടൈപ്പ് പ്ലാന്റാണ്. ഇതിൻ്റെ ഇലയും നല്ല മൾട്ടി കളറായിട്ടുള്ള ഇലയാണ് ഇതിനുള്ളത്. ഇതും ഇൻഡോറായിട്ട് വെക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ്. ഇതും അതിനേക്കാൾ ഭയങ്കരം നല്ല ഭംഗിയായിട്ട് വളരുന്ന, ഇതിലും വലുതായിട്ട് വളരുമ്പം കാണാം ഒരുപാട് ചുമന്ന നിറമൊക്കെ ഇതിനകത്ത് വരും. നല്ല ഭംഗിയുള്ള ഒരു ക്രോട്ടൺസ് ചെടിയാണിത്. ഇത് നമുക്ക് ഇൻഡോറായിട്ടും വളർത്താൻ പറ്റുന്നതാണ്, ഔട്ട്ഡോറായിട്ടും വളർത്താൻ പറ്റുന്നതാണ്. നല്ല ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നമുക്ക് ഇൻഡോറായിട്ട് വളർത്താൻ പറ്റുന്നത്, ഔട്ട്ഡോറായിട്ട് വളർത്താൻ പറ്റുന്നതായിട്ടുള്ള ഒരുപാട്. ഇതൊന്നും ഒത്തിരി വലിപ്പം വെച്ച് പോകുന്ന ചെടികളല്ല. നമുക്ക് വീട്ടിൽ വളർത്താവുന്നതേ ഉള്ളൂ. പരിക്കകത്ത് വളർത്താൻ പറ്റുന്ന, ഇൻഡോറായിട്ട് വളർത്താൻ പറ്റുന്ന നല്ലൊരു ചെടിയാണ്. ഇത് പ്ലെയിൻ ഗ്രീനായിട്ടുള്ള ഒരു ചെടിയാണിത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതിൻ്റെ ഇല കണ്ടോ, ഇത് മറ്റേ ആ ചെടി പോലെ അത്ര കേളിയല്ല ഇതിൻ്റെ ഇല. ഇച്ചിരി കൂടെ നിവർന്ന ഇലയാണ്. കണ്ടോ, ഇതിൻ്റെ മുകളിൽ ഇത് പക്ഷേ ഗോൾഡൻ യെല്ലോ അല്ല ഇതിൻ്റെ മുകളിലുള്ളത്. ഇതൊരു ലൈറ്റ് ലെമൺ യെല്ലോ കളറിലുള്ള ഒരു